അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മൂന്നാം ക്ലാസ്സിലെ 2024 ഫിഖിഹിലെ ചോദ്യപേപ്പറാണ്, വാർഷിക പേപ്പർ. അതിൻ്റെ ചോദ്യങ്ങൾ മാത്രം വായിക്കുക, ഉത്തരങ്ങൾ കമൻറ്റിൽ അടയാളപ്പെടുത്താം. കാരണം അത് അറിയുന്ന കുട്ടികൾ പെട്ടെന്ന് നോക്കി പോകുമ്പോൾ അവർക്കത് മനസ്സിൽ ഉറക്കാൻ ഉപകാരമാണ്. അപ്പം ഉത്തരം നിങ്ങളൊന്ന് ആദ്യം ഒന്ന് അന്വേഷിക്കുക, അതിന് ശേഷം കമൻറ്റിൽ അടയാളപ്പെടുത്താം. ഓക്കെ. ഒന്നാമത്തത് എന്താ? 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കിയത് നുബുവത്തിൻ്റെ 10-ാം വർഷം, 12-ാം വർഷം, 11-ാം വർഷം. 2, ഈ വസ്ത്രം ധരിക്കുന്നത് നല്ല സംസ്കാരമല്ല. ഇറുകിയത്, കട്ടിയുള്ളത്, ലൂസുള്ളത്. 3, അദാനി ഇഖാമത്തും സ്വപ്നത്തിൽ കണ്ട സഹാബി അബ്ദുല്ലാഹിബ്നു ഉമർ, ബിലാൽ, അബ്ദുല്ലാഹിബ്നു സെയ്ദ്. 4, നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെട്ടതാണ് സൂറത്ത് ഓതൽ, ഫാത്തിഹ ഓതൽ, വജ്ജഹത്ത് ഓതൽ. 5, റമദാനിലെ ആദ്യ 10 നാളുകൾ എന്തിൻ്റെ? റഹ്മത്ത്, പാപമോചനം, നരകമോചനം. 6, സ്വർഗത്തിൽ റയ്യാൻ എന്ന പ്രത്യേക കവാടം ഹാജിമാർക്ക്, നോമ്പുകാർക്ക്, നിസ്കരിക്കുന്നവർക്ക്. 7, ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം ടോയ്ലറ്റിലേക്ക്, വീട്ടിലേക്ക്, മദ്രസയിലേക്ക്. 8, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔറത്താണ്. പുരുഷൻ്റെ, കുട്ടിയുടെ, സ്ത്രീയുടെ. 9, സൂര്യൻ അസ്തമിച്ചാൽ സമയം ആരംഭിക്കും. ഏത് നിസ്കാരമാണ്? അസുർ, മഗ്രിബ്, ഇശാ. 10, അദാൻ കേൾക്കുമ്പോൾ സംസാരിച്ചാൽ മരണം മോശമാകും, പഠനം മോശമാകും, ആരോഗ്യം മോശമാകും. ഇനി ചേരുംപടി ഇറക്കുക. വിസർജനം കഴിഞ്ഞാൽ 12 എല്ലാ സമയത്തും. 13, സമയമായാൽ ഉടനെ. 14, അദാൻ ഇഖാമത്ത് കേട്ടാൽ. അപ്പോൾ വിസർജനം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിസ്കരിക്കണം, ഇജാബത്ത് ചെയ്യണം, ഔറത്ത് മറക്കണം, ശുദ്ധീകരിക്കണം. ഏതാണ് അതിൽ? എല്ലാ സമയത്തും നിസ്കരിക്കണം, ഇജാബത്ത് ചെയ്യണം, ഔറത്ത് മറക്കണം, ശുദ്ധീകരിക്കണം. 13, സമയമായാൽ ഉടനെ നിസ്കരിക്കണം, ഇജാബത്ത് ചെയ്യണം, ഔറത്ത് മറക്കണം, ശുദ്ധീകരിക്കണം. 14, അദാൻ ഇഖാമത്ത് എന്നിവ കേട്ടാൽ നിസ്കരിക്കണം, ഇജാബത്ത് ചെയ്യണം, ഔറത്ത് മറക്കണം, ശുദ്ധീകരിക്കണം. അതിലേതാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്താം. ഇനി പൂരിപ്പിക്കാനല്ലേ? 15 മുതൽ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി ഡാഷ് അൽ അദാബ ആഫാനി. അതായത് മലമൂത്ര വിസർജനം കഴിഞ്ഞ ശേഷം എന്താണ് ചെല്ലേണ്ട ദിക്ർ? പുറത്തിറങ്ങിയ ശേഷം ചെല്ലേണ്ട ദിക്റാണത്. 16, അഖാമല്ലാഹു അദാമഹു ജലനി മിൻ ഡാഷ് അഹ്ലിഹ. അല്ലേ? ഇഖാമത്തിൻ്റെ ഖദ്ഖാമത്ത് സലാ എന്ന് പറയുമ്പോൾ ചെല്ലേണ്ട അതിനുള്ള ഇജാബത്താണിത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് പൂർത്തിയാക്കാം. 17, സുബഹി നിസ്കാരത്തിൻ്റെ സമയം ഡാഷ് മുതൽ സൂര്യോദയം വരെയാണ്. ഏത് മുതലാ? 18, വർസുഖ്ന ഡാഷ് യൗമുൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ബാങ്കിനേശുള്ള ദുആൻ്റെ ഭാഗമാണത് അല്ലേ? 19, അല്ലാഹുമ്മ തഹിർ ഖൽബി ഡാഷ് വാസിൻ ഫർജി മിനൽ ഫവായിഷി. മലമൂത്ര വിസർജനം കഴിഞ്ഞ് ശുദ്ധീകരിച്ച ശേഷം ചെല്ലേണ്ട ദിക്റാണത്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. 30, അന്ത്യനാളിൽ ഉന്നത ശീർഷരാകും. ആരാണ് ഏറ്റവും ഉയർന്നു നിൽക്കും അന്ത്യനാളിൽ? അതാരാണത്? 21, വൈകുന്നേരം സുമാർ 3:30 മണിക്ക്, ഏകദേശം 3:30 മണിക്കും 6 മണിക്കും ഇടയിലുള്ള നിസ്കാരം ഏതാണ്? വൈകുന്നേരം ഏകദേശം 3:30 മണിക്കും 6 മണിക്കും ഇടയിലുള്ള നിസ്കാരം. 22, പുരുഷന്മാർക്ക് ഏത് വസ്ത്രമാണ് ഉത്തമം? 23, സംസാരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലം. സംസാരിക്കാൻ പാടില്ല. എവിടെ വെച്ചാണ് സംസാരിക്കാൻ പാടില്ലാത്തത്? 24, റമദാൻ മാസത്തിലെ ഒരു പ്രത്യേക രാവ്, അതിൻ്റെ പേരെന്താ? ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെ കിബിലക്ക് മുന്നിടണം? 26, വെള്ളമില്ലെങ്കിൽ എങ്ങനെ ശൗചം ചെയ്യണം? 27, എന്താണ് നിസ്കാരത്തിലെ തുമാനീനത്ത്? അനക്കമടങ്ങുക അല്ലേ? അടങ്ങി താമസിക്കുക. അതിന് നമ്മൾ നിർവചനം പറഞ്ഞു. എന്താ തുമാനീനത്ത് എന്നാൽ എന്തെന്ന്? അതാണ് ഇത്. 28, റമദാൻ നോമ്പിന് നിയ്യത്ത് എഴുതുക. ഇനി 29, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുകയാണ്. പരിശുദ്ധ കാബയെ പറ്റി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ മാത്രം വായിച്ചത്, ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഇൻഷാ അല്ലാഹ് ഞാനത് പിന്നെ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് അടയാളപ്പെടുത്താം. ഒന്ന് വായിച്ചൊന്ന് നിങ്ങൾ സ്വന്തമായി ഒന്ന് ഗ്രഹിക്കുക അല്ലേ? ഫിഖിനൊക്കെ ആകെ 7 പാടല്ലേ? എളുപ്പമാണ്. ഫിഖ്
എളുപ്പമാണ്. ഫിക്ക് 7 പാടുള്ളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.